അപ്പോൾ നമ്മൾ ഇന്നത്തെ പരിപാടി കാണിച്ചു തരാം. ഇതാ ട്രെയിൻ കയറാനുള്ള പരിപാടിയാണ്. ഒരു ചെറിയ യാത്രയ്ക്കുള്ള പ്ലാനിങ്ങിലാണ്. കാണിച്ചു തരാം. എനിക്ക് സെൻട്രലിനേക്കാളും കുറച്ചും കൂടി അടുത്ത് ചിറയൻകീഴ് റെയിൽവേ സ്റ്റേഷനാണ്. പിന്നെ ഞാൻ പോവേണ്ട ട്രെയിൻ ഇവിടെ സ്റ്റോപ്പുണ്ട്. അപ്പോൾ ഇതാണല്ലോ നല്ലത് അല്ലേ? അങ്ങനെ ടിക്കറ്റൊക്കെ എടുത്തിട്ട് ഇതേ ക്രോസ് ചെയ്ത് ഇപ്പുറം വന്ന് രണ്ടാമത്തെ പ്ലാറ്റ്ഫോമിലാണ് ട്രെയിൻ വരണത്. അങ്ങനെ ഇവിടെ വന്ന് വെയിറ്റിംഗ് ആണ്. ഞാൻ നേരത്തെയാണെന്ന് തോന്നുന്നുണ്ട്, ട്രെയിൻ വന്നിട്ടില്ല. ഇതാ വെയിറ്റിംഗ്, കട്ട വെയിറ്റിംഗ്. വരും. സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ട്രെയിൻ വന്ന് ഞാൻ കയറി സീറ്റൊക്കെ കിട്ടിയപ്പോഴത്തേനും പിന്നെ എനിക്ക് ഫോണെടുത്ത് ക്യാമറ ഓണാക്കാനുള്ള ഒരു സംഭവമൊന്നും വന്നില്ല. നമ്മളീ പരിപാടിയിൽ ആദ്യമായിട്ടല്ലേ, അതുകൊണ്ടായിരിക്കും. അങ്ങോട്ട് പോകും തോറും ഇതൊക്കെ ശരിയാക്കണം. ഇത് പിന്നെ ഞാൻ എത്താറായപ്പോഴത്തേനും വെളിയിലോട്ട് ഇറങ്ങി ജസ്റ്റ് എന്തെങ്കിലുമൊക്കെ എടുക്കണമല്ലോ, അങ്ങനെ എടുത്തതാണ്. ഇതിലല്ലാണ്ടൊന്നുമില്ല. അങ്ങനെ ഇതാ ഗൈസ്, കുറേ നാളത്തെ ഗ്യാപ്പിന് ശേഷം പിന്നെയും ഇവിടെ ലാൻഡ് ചെയ്യുകയാണ്. ഇതാണ് ആ സ്ഥലം, പഴയങ്ങാടി, കണ്ണൂർ. എൻ്റെ സെക്കൻഡ് ഹോമാണെങ്കിൽ വേണമെങ്കിൽ പറയാം. സെക്കൻഡ് ഹോമാണെന്ന് ഞാൻ വെറുതെ പറഞ്ഞതല്ല കേട്ടോ. ഇവിടെ ഞാൻ കുറച്ച് നാൾ പണിയെടുത്തിട്ടുണ്ട് ഒരു ബാങ്കിൽ ടൈപ്പിസ്റ്റായിട്ട്. അതുകൊണ്ട് ആ ഒരു ഹോംലി ഫീലൊക്കെ ഉണ്ട് ഇവിടുത്തെ ആൾക്കാരൊക്കെ ആയിട്ട്. അങ്ങനെ ഞാൻ സ്റ്റേഷൻ എത്തിയപ്പോൾ തന്നെ എന്നെ പിക്ക് ചെയ്യാനായിട്ട് അക്ഷയോടെ ഇപ്പോൾ ഉണ്ടായിരുന്നു. അക്ഷയ്ക്കും പിന്നെ മുഖം കാണിക്കാൻ മടിയായതുകൊണ്ട് എടുത്തില്ല, എന്നെ കൊണ്ട് പോവുകയാണ്. പോകുന്ന വഴിക്ക് തന്നെയാണ് ഞാൻ പണിയെടുത്ത ബാങ്ക്. എന്തായാലും ഇതാ ഇപ്പോൾ കാണാൻ പറ്റും, ലെഫ്റ്റ് സൈഡ്. അങ്ങനെ അക്ഷയ് അവിടെ ഇറങ്ങി വണ്ടി എൻ്റെ കയ്യിൽ തന്നുവിടാനുള്ള പ്ലാനാണ്. അങ്ങനെ എൻ്റെ കയ്യിൽ വണ്ടി വന്നിട്ട് അക്ഷയ് ബാങ്കിൽ പണിക്ക് കയറി. ഞാൻ വീട്ടിൽ പോയി, അക്ഷയുടെ വീട്ടിൽ പോയി കുളിച്ച് ഫ്രഷായി ഇതാ ബാങ്കിലോട്ട് തന്നെ തിരിച്ചു പോവുകയാണ്. എല്ലാവരും ഒന്ന് സർപ്രൈസ് ആക്കാൻ. ആകെ അക്ഷയ്ക്ക് മാത്രമേ അറിയാവൂ ഞാൻ വന്നിട്ടുള്ളെന്നുള്ള കാര്യം. എന്തായാലും അങ്ങോട്ട് പോയി അവരെ എല്ലാം ഒന്ന് കാണാം. ഫസ്റ്റിൽ പോകുന്ന വഴിയൊക്കെ തന്നെ നല്ല അടിപൊളി വ്യൂ ആണ് കേട്ടോ. അതായത് ഇതൊക്കെ കണ്ട് നല്ല നൈസായിട്ട് അങ്ങ് പോവാം. അങ്ങനെ ഞാൻ ബാങ്കിൽ പോയി എല്ലാവരെയും സർപ്രൈസ് ആക്കി. അതൊന്നും വീഡിയോ എടുത്തില്ല, വീഡിയോ എടുക്കാൻ പറ്റിയില്ല ആ സമയത്ത്, എല്ലാവരെയും കണ്ടതിൻ്റെ ഒരു ഇതിൽ. ഞാൻ പിന്നെ മെയിനായിട്ട് വന്നത് ഈ ഒരു പരിപാടിക്കാണ്. എന്താണ്, ഇന്നിവിടെ തീച്ചാമണ്ടി തെയ്യമുണ്ട്. അപ്പോൾ അതിൻ്റേതാ തോറ്റം തൊഴുത് വരുന്ന സംഭവമാണ് ഇപ്പം കാണുന്നത്. അതിൻ്റെ വീഡിയോ ഞാൻ എന്തായാലും അടുത്തതിൽ പോസ്റ്റ് ചെയ്യാം. അപ്പോൾ ജസ്റ്റ് ഇത് മാത്രം ഒന്ന് ജസ്റ്റ് കാണിച്ചിട്ട് പോവാം. ഇതാണ് തെയ്യത്തിന് മുന്നോടിയായിട്ടുള്ള ഒരുക്കങ്ങൾ. ഇവിടെ ഇന്ന് പരിപാടിയുണ്ട്, സുരേഷ് സന്തോഷിൻ്റെ സ്റ്റേജ് ഷോ ഉണ്ട്. അപ്പോൾ അതിനുള്ള ഒരുക്കങ്ങൾ ഒരു സൈഡ് നടക്കുന്നുണ്ട്, പിന്നെ ഒരു സൈഡിൽ കൂടി ഞാനും നടക്കുന്നുണ്ട്. കാണിച്ചു തരാം. എന്താ, ഇവിടെയാണ് തെയ്യം ഇനി വരാൻ പോകുന്നത്. അപ്പോൾ ഫുള്ള് കത്തിച്ച് തുടങ്ങിയിട്ടേ ഉള്ളൂ. വെളുപ്പിനാവും, 4-5 മണിയാവും, 5 മണിയാവും എന്തായാലും തെയ്യം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ. ഞാനതിന് മുന്നേ വന്ന് ജസ്റ്റ് എല്ലാം ഒന്ന് കണ്ടുപോകാനുള്ള പരിപാടിയാണ്. ഇവിടെ ഒരുക്കങ്ങളൊക്കെ നടക്കുന്നുണ്ട്. പിന്നെ ഒരു കാര്യം പറയാനുള്ളത്, ഈ വീഡിയോ എന്തായാലും ആകെപ്പാട് ഒരു 2-3 പേരൊക്കെ കാണുള്ളായിരിക്കുള്ളൂ. അവരെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്താൽ നമുക്ക് പിന്നെയും വീഡിയോ ഇടാനുള്ളൊരു പ്രചോദനമാകുമായിരുന്നേനെ. നമ്മളിതിൽ പുതിയതാണല്ലോ, ശരിയാകും. അപ്പോൾ ഞാൻ പറഞ്ഞത് മറക്കണ്ട, ഓർമ്മ ഉണ്ടല്ലോ. ഒരു 5 സബ്സ്ക്രൈബർ അത്രേ ഉള്ളൂ, എല്ലാവരും പരിഗണിക്കണം. അപ്പോൾ ഓക്കെ.